നമുക്ക് കിരണിൻ്റെയും കല്യാണിയുടെയും വരാൻ പോകുന്ന ദിവസങ്ങളിൽ നല്ലൊരു കഥ കേട്ടാലോ? അതിനു മുമ്പ് ഒരു കാര്യം പറഞ്ഞിട്ട് വീഡിയോ ഇഷ്ടപ്പെടുവാണെന്ന് ഹൈപ്പ് ചെയ്യാൻ മറക്കരുതേ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അങ്ങനെ നമ്മൾ കാണുന്ന ഒടുവിൽ കല്യാണിയും കാദംബരിയും കാർത്തികയൊക്കെ ഞെട്ടിത്തെരിച്ച് നിൽക്കുക. അവർക്ക് വിശ്വസിക്കാൻ പോലും പറ്റിയില്ല. അച്ഛന് അവനെ കൊന്നെന്നുള്ള കാര്യം, വിക്രത്തിനെ കൊന്നെന്നുള്ള കാര്യം. കാരണം ഇതിനെക്കുറിച്ചൊരു സൂചന പോലും തരാതെ പ്രകാശം വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. പക്ഷെ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു അവർ പ്രതീക്ഷിച്ചില്ല. പ്രകാശം വിളിച്ചപ്പോഴും ഇങ്ങനെ വിക്രത്തിനെ കൊന്നിട്ടായിരിക്കും ഇങ്ങോട്ടേക്ക് വിളിക്കുന്നതെന്നൊന്നും ചിന്തിച്ച കാര്യം പോലും ആയിരുന്നില്ല. എല്ലാവർക്കും എന്ത് ചെയ്യണമെന്ന് അറിയില്ല നിൽക്കണം. അപ്പോഴേക്കും പ്രകാശം പറഞ്ഞു, മക്കളെ നിങ്ങൾ സങ്കടപ്പെടണ്ട, ഇനി നിങ്ങൾക്ക് നല്ല ധൈര്യമായിട്ട് ജീവിക്കാം. ശത്രുക്കളൊക്കെ ഇല്ലാതായില്ലേ എന്ന് പറഞ്ഞു. ഇവനോട് ഞാൻ ആകുന്നേ പറഞ്ഞ, പക്ഷെ ഇവൻ അനുസരിച്ചില്ല എന്ന് പറഞ്ഞു. അപ്പോഴേക്കും കല്യാണി പറഞ്ഞു, എന്നാലും വെച്ചാ അച്ഛനിത് എന്താ കാണിച്ചേ? അച്ഛനിതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു. കാരണം പ്രകാശന് കൊന്നൊന്ന് കുറ്റം സമ്മതിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ പോലീസ് കേസാവും കാര്യങ്ങളാവും. ഇതിൻ്റെ പേരിൽ ഈ വയസ്സനം കാലത്ത് ചേരിപ്പോയി കിടക്കാന്ന് പറഞ്ഞാൽ. പ്രകാശം പറഞ്ഞു, മോളെ നിങ്ങളുടെ ജീവന് വേണ്ടിയിട്ട് എന്തും ചെയ്യാൻ തയ്യാറായിട്ടാണ് ഞാൻ നടന്നേ. കാരണം ഇവന് നന്നാവാനായിട്ട് കുറേ സമയം ഉണ്ടായിരുന്നു. പക്ഷെ ഇവൻ നന്നായില്ല. പറയേണ്ട പോലെ പറഞ്ഞു നോക്കി, എന്ത് ചെയ്യാൻ പറ്റും? ഇത്രയും കാലം ചെയ്ത ക്രൂരതകൾക്കൊക്കെയുള്ള ശിക്ഷ അവന് കിട്ടിയിരിക്കണമെന്ന് പറഞ്ഞു. പിന്നീട് പ്രകാശന കാര്യങ്ങൾ പറയാണ്. അപ്പോൾ കല്യാണിക്കൊന്നും അറിയണ്ടായിരുന്നില്ല. പ്രകാശം പറഞ്ഞു, ഇവൻ വന്ന് പരോളിന് ഇറങ്ങിയപ്പോൾ തൊട്ട് ഞാൻ ഇവനെ നോട്ടം ഇട്ടിരിക്കുമായിരുന്നു മോളെ. അങ്ങനെ ഒടുവിൽ അവന് ഇവിടെയുണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലായത്. അങ്ങനെ ഞാൻ ഇവനെ കാണാനായിട്ട് വന്നു. ഇവനെ കാണാൻ വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഇവൻ എന്നെ വെല്ലുവിളിച്ച് അടിക്കുകയോ ചെയ്തേ. അച്ഛനെന്നുള്ളൊരു പരിഗണന പോലും തന്നില്ല. മോൾക്കറിയാലോ, നിങ്ങളെക്കാളും എല്ലാവരെക്കാളും കൂടുതലായിട്ട് ഞാൻ ഇവനെയാണ് സ്നേഹിച്ചത്. ഇവനെയാണ് ഞാൻ കൊണ്ടു നടന്നേ. ഇവൻ്റെ അമ്മൂമ്മ എപ്പം പറയായിരുന്നു, ഇവൻ വിക്രമാദിത്യ മഹാരാജാ വന്ന്. എന്നിട്ടോ ഇവൻ എന്താ കാണിച്ചു കൂട്ടിയത്? ഇവിടെ വന്ന് ഇവനോട് ഞാൻ അപേക്ഷിച്ചു, ഇനിയെങ്കിലും നന്നാവാൻ നോക്കാനായിട്ട്. പക്ഷെ ഇവൻ കേട്ടില്ല മോളെ. അതിന് പകരം എന്നെ ഉപദ്രവിച്ച് പറഞ്ഞയക്കാനാണ് ശ്രമിച്ചേ. മോൾക്കറിയാവോ, ഇന്നലെ വൈകുന്നേരം ഞാൻ മോളെ വിളിച്ച് അമ്മൂമ്മയുടെ അടുത്തേക്ക് പോകുകയെന്ന് പറഞ്ഞേ. ശരിക്കും പറഞ്ഞാൽ അത് അമ്മൂമ്മയുടെ അടുത്തേക്ക് പോയതല്ല, ഇവിടേക്ക് വന്ന ഞാൻ കാത്തു നിൽക്കുമായിരുന്നു. കാരണം ഇവൻ എന്താ ചെയ്യുന്നതെന്ന് അറിയില്ലല്ലോ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ആ കാഴ്ച കാണുന്നത്. ഇവന് ഒരു തോക്കൊക്കെ എടുക്കുന്നത്. അപ്പോഴെനിക്ക് മനസ്സിലായി ഇവൻ്റെ ഉദ്ദേശ ലക്ഷ്യം എന്താന്ന്. ഇവൻ ഇനി ജീവനോടെ ഉണ്ടെങ്കിൽ എൻ്റെ മക്കൾക്ക് ദോഷം സംഭവിക്കും, എൻ്റെ മക്കളുടെ ജീവൻ ആപത്താന്ന് എനിക്ക് തോന്നി. അത് കേട്ടപ്പം കാദംബരി പറഞ്ഞു, എന്നാലും ഇങ്ങനെ വേണമായിരുന്നു അച്ഛാ. അച്ഛനായിട്ട് ഇത് ചെയ്യേണ്ട കാര്യം ഉണ്ടായിരുന്നോ? ചെയ്യണം മോളെ. ഇനി വേറെ ആരും ഇതിൻ്റെ പേരിൽ അവർക്കൊന്നും ഒരു ആപത്തും ഉണ്ടായിക്കൂടാ. അല്ലെങ്കിൽ ഞാൻ ചെയ്തില്ലെങ്കിൽ കിരൺ മോൻ ഇത് ചെയ്തേരം. പക്ഷേ അവൻ ചെയ്തിട്ട് അവനൊരു കാരണവശാലും ലോക്കപ്പിൽ പോയി കിടക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. അപ്പോഴേക്കും കല്യാണം പറഞ്ഞു, അച്ഛാ കിരണേട്ടൻ ലോക്കപ്പിലൊന്നും കിടക്കില്ലായിരുന്നു. പക്ഷേ അച്ഛൻ ഈ ചെയ്തുണ്ടല്ലോ. സാരമില്ല മോളെ, എൻ്റെ കാര്യം ഓർത്ത് വിഷമിക്കണ്ട. ഞാനിനിയിപ്പോൾ ജീവിച്ചെത്രത്തോളം കാലം ജീവിക്കാനൊന്നും പോകുന്നില്ലല്ലോ. ആ കാര്യത്തിൽ എനിക്കൊരു വിഷമവും ഇല്ലയെന്ന് പറഞ്ഞു. പ്രകാശം പറഞ്ഞു, ഇവനോട് ഞാൻ പറഞ്ഞതാ. ഒടുവിൽ ഇവൻ എന്ത് ചെയ്തു? അനുസരിച്ചില്ല. ഞാനിവിടെ വന്ന് ഇവന് വേണ്ടി ഇവൻ പുറത്തേക്ക് ഇറങ്ങുന്ന കാത്തു നിൽക്കുമായിരുന്നു. ഒടുവിൽ ഇവരങ്ങനെ പുറത്തേക്ക് ഇറങ്ങാനായിട്ട് അങ്ങനെ വന്നു കഴിയുമ്പോഴത്തേന് ഇവൻ്റെ തലക്കടിച്ചു മോളെ. ഞാൻ തലക്കടിച്ച് അവൻ താഴെ വീണു. കാരണം അല്ലെങ്കിൽ അവൻ എന്നെ വെച്ചേക്കില്ലെന്നുള്ള കാര്യം എനിക്കറിയായിരുന്നു. താഴെ വീണ് കഴിഞ്ഞിട്ട് ഞാൻ അവൻ്റെ അടുത്തേക്ക് വന്നു. അവൻ എഴുന്നേക്കാൻ വല്ലാതെ കിടക്കുമായിരുന്നു. ആ കിടപ്പിലും അവനെ ഞാൻ ഉപദേശിച്ച് നോക്കി അവൻ നന്നാകുമെന്ന്. ഇല്ല മോളെ, അവൻ അപ്പോഴും വാശിയും വൈരാഗ്യമായിരുന്നു. അവൻ്റെ വാശിയും വൈരാഗ്യം കൊണ്ട് അവൻ എവിടെ ചെന്നെത്തി? കിടക്കുന്ന കിടപ്പ് കണ്ടില്ലേ? അത് കേട്ടുകഴിഞ്ഞപ്പം കാർത്തി പറഞ്ഞു, എന്നാലും വെച്ചാ വേണ്ട മോളെ, എനിക്കറിയാം നിങ്ങൾക്കെല്ലാവർക്കും എന്നോടുള്ള സ്നേഹം കൊണ്ടാണ് നിങ്ങളെല്ലാവരും ഇങ്ങനെ പറയണത്. നിങ്ങളതൊന്നും ഓർത്ത് വിഷമിക്കണ്ട. ഇവനെ തലക്കടിച്ച് കഴിഞ്ഞപ്പോഴും ഇവൻ മരിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇവന് അവസരം ഞാൻ വീണ്ടും കൊടുത്താം. പക്ഷെ ഇവൻ എന്നിട്ട് സമ്മതിക്കാതെ വന്നു കഴിഞ്ഞപ്പം ഞാൻ ഇവൻ്റെ കഴുത്തിലേക്ക് ഒരു കുരുക്കം കിട്ടും മുറുക്കി കഴിഞ്ഞിട്ട് ഇവൻ്റെ വിധി ഞാൻ തന്നെ അങ്ങ് നടപ്പിലാക്കി. കോടതി ജഡ്ജി എല്ലാം ഞാൻ തന്നെയായി. ഇവന് ഞാൻ തൂക്കേറി വിധിച്ചു. എന്നിട്ട് ഞാനങ്ങോട്ട് കെട്ടി തൂക്കിയെന്ന് പറഞ്ഞു. ഒരു ഭ്രാന്തമായ ആവേശമായിരുന്നു പ്രകാശന് ചിരിക്കുന്നുണ്ടായിരുന്നു. കിരണൻ അതുപോലെ ബാക്കിയുള്ളവരൊന്നും ഈ കാര്യങ്ങളെക്കുറിച്ച് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് കാർത്തിക കാദംബരിയോട് പറഞ്ഞു, കാദംബരി ചേച്ചി അവരെ ഒന്ന് വിളിച്ചു പറയാൻ പറഞ്ഞു. അങ്ങനെ കിരണിനെ വിളിച്ചിട്ട് ഇങ്ങോട്ടേക്ക് വരാനായിട്ട് പറയാണ്. കുറച്ച് സമയം കഴിഞ്ഞപ്പോഴത്തേനും കിരൺ അവിടേക്ക് വന്നു. കിരണും ആ കാഴ്ച കണ്ടു. കിരണ് വിശ്വസിക്കാൻ പോലും കിരണും പറ്റുന്നുണ്ടായിരുന്നില്ല. ഒടുവിൽ കിരണ് പറഞ്ഞു, അച്ഛൻ എന്താണ് ഈ കുറ്റം ഏറ്റെടുക്കണ്ട, ഇവനെ കൊന്ന കുറ്റത്തിന് ഞാൻ പോയി കിടന്നോളാന്ന് പറഞ്ഞു. പ്രകാശം പറഞ്ഞു, വേണ്ട മക്കളെ, അതിൻ്റെ ആവശ്യമൊന്നും ഇല്ലയെന്ന് പറഞ്ഞു. കിരൺ പറഞ്ഞു, അങ്ങനെയാണ് നമുക്ക് ഇവൻ്റെ ബോഡി എവിടെയെങ്കിലും കൊണ്ട് കളയുക, എന്തെങ്കിലും ചെയ്യാന്ന് പറഞ്ഞു.
കാട്ടിലെ മൃഗങ്ങൾക്ക് ഇട്ട് കൊടുക്കാമെന്ന് പറഞ്ഞു. പ്രകാശൻ പറഞ്ഞു, വേണ്ട, ഈ കുറ്റം ഏറ്റെടുത്ത് നല്ല അന്തസ്സോട് കൂടിയിട്ട് ഞാൻ ജയിലിലേക്ക് പോയിക്കോളാം. ഇതിൻ്റെ പേരിൽ ആർക്കും ഒരു പ്രശ്നം ഉണ്ടാവാനായിട്ട് പാടില്ലെന്നൊക്കെ പറയണം. ഈ സമയം സരയുവാണെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയില്ലാതിരിക്കുക. ഇതുവരെയായിട്ടും അവനെക്കുറിച്ചൊരു വിവരമില്ല. ആ വിക്രത്തെക്കുറിച്ച് അവൻ എവിടെ എന്താണെന്നും അറിയത്തില്ല. അവനെ കല്യാണി ഇല്ലാതാക്കുമെന്ന് പറഞ്ഞിട്ട് വന്നിട്ട് പോലുമില്ല. സരയുവിൻ്റെ ഉറക്കം നഷ്ടപ്പെട്ട് സരയു ഇരിക്കുമായിരുന്നു. എന്ത് ചെയ്യാൻ പറ്റും? പിന്നീടാണ് പ്രകാശനെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നത്. അങ്ങനെ വിക്രത്തിനെ കൊന്ന കേസിൽ പോലീസ് അറസ്റ്റ് ചെയ്യണം. വിക്രം മരിച്ചെന്നറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും സരയു ഞെട്ടിപ്പോയി. സരയു ഇത്രയ്ക്ക് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇല്ലാതാക്കിയത് പ്രകാശനാണെന്നും കൂടെ അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും സരയുവിന് മനസ്സിലായി തൻ്റെ കളികളെല്ലാം പടിയെല്ലാം പാളിയെന്നുള്ള കാര്യം. കാരണം ഏറെ പ്രതീക്ഷയോട് കാത്തിരുന്ന ഇന്നല്ലെങ്കിൽ നാളെ അവൻ കല്യാണി കൊല്ലുമെന്നുള്ള. പക്ഷേ ആ ഒരു പ്രതീക്ഷയും തെറ്റിപ്പോയി. അതിൻ്റെ ഒരു ടെൻഷനിൽ വല്ലാത്തൊരു ബുദ്ധിമുട്ടിലായിരുന്നു സരയു. ഈ സമയത്ത് സരയുവിനെ ഒന്ന് സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു. മോളെ, നീ ഒരു കാരണവശാലും അങ്ങനെ ചിന്തിക്കുക പോലും ചെയ്യരുത്. കല്യാണി പാവമല്ലേ, നീ എന്തിനാ ഇനി അവളിങ്ങനെ ദ്രോഹിക്കുന്നതെന്നൊക്കെ ചോദിച്ചു. പക്ഷെ അതൊക്കെ കേട്ടിട്ട് സരയുവിന് നല്ല ദേഷ്യവും സങ്കടമായിരുന്നു താരയോട്. ഇത്രയും നാളത്തെ എല്ലാ പ്രതീക്ഷകളും നയിച്ചു. ഗംഗാപ്രസാദ് മരിച്ചു, സ്റ്റെഫി മരിച്ചു, ഇപ്പോഴാണ്ടേ ഈ പറയുന്ന വിക്രം മരിച്ചു. ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ശത്രുക്കളെ ഓരോന്നോരോന്നായിട്ട് എല്ലാവരും കൊന്നെടുക്കും. അവസാനം വന്നു കഴിയുമ്പോഴത്തേനും കല്യാണം കിരണമൊക്കെ സുഖത്തോടും സന്തോഷത്തോടും ജീവിക്കും. അത് ചിന്തിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അത്രയ്ക്ക് സങ്കടമായിരുന്നു സരയുവിൻ്റെ മനസ്സിൽ. പ്രകാശിനെ എങ്ങനെയെങ്കിലും പരോളിനിറക്കണം എന്നൊക്കെ ഒരു ചിന്തയുണ്ടായിരുന്നു കിരണിൻ്റെയൊക്കെ മനസ്സിൽ. കാരണം അച്ഛനൊരു കാരണവശാലും ജയിലിൽ കിടക്കാൻ പാടില്ല. സിയെ കണ്ട് സംസാരിക്കുന്നുണ്ട്. അവൻ അത്രയ്ക്ക് ദുഷ്ടനായിരുന്നു. കല്യാണിയെ കാർത്തേജ് എന്നെയൊക്കെ ഇല്ലാതാക്കാൻ വന്ന സമയത്താണ് അച്ഛൻ അങ്ങനെയൊക്കെ ചെയ്തതെന്ന് പറഞ്ഞു. സിയെ പറഞ്ഞു, കാര്യങ്ങളൊക്കെ ശരിയാ, പക്ഷെ അറിയാലോ, നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു. എന്തൊക്കെ വന്നെന്ന് പറഞ്ഞാലും പ്രകാശനെ രക്ഷിക്കണമെന്നൊരു ചിന്തയുണ്ടായിരുന്നുള്ളൂ. പിന്നീട് ചന്ദ്രസേനെ രൂപയെ പോയി കണ്ട് ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. ചന്ദ്രസേനൻ പറഞ്ഞു, നീ ധൈര്യമായിരിക്കട കിരണൻ, അധികം നാളൊന്നും വലിയ ശിക്ഷയൊന്നും കിട്ടാൻ പോകുന്നില്ല പ്രകാശന്. കാരണം ഒരു പക്ഷേങ്കിൽ നവീനാ വാദിക്കുന്നെങ്കിൽ അത് വേണ്ട വണ്ണം തന്നെ വാദിച്ചോളും. അതിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്തോളൂ എന്ന് പറഞ്ഞു. ഈ സമയം സരയു എന്ത് ചെയ്തു? വീണ്ടും പ്ലാനുകൾ തയ്യാറാക്കുകയാണ്. ഇനി ഇത് വെച്ച് താമസിപ്പിച്ചുകൂടാ. എത്രയും പെട്ടെന്ന് തന്നെ കല്യാണിൻ്റെ കാര്യത്തിലൊരു തീരുമാനം ഉണ്ടാവണം. അതിന് വേണ്ടിയിട്ട് സരയു അടുത്തതിന് കൊട്ടേഷൻ കൊടുക്കാനായിട്ട് തീരുമാനിക്കുക. അപ്പോൾ അവൾക്ക് കിട്ടിയതൊന്നും പോരാ. ഇത്രയൊക്കെ ആയിട്ട് അവൾ പഠിച്ചിട്ടില്ല. അവൾക്ക് കല്യാണി ഇല്ലാതാക്കണം എന്നൊരു ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേങ്കിൽ ഈ കാര്യങ്ങളൊക്കെ താര അറിയണം. അവളുടെ ഫോൺ വിളിയും കാര്യങ്ങളൊക്കെ താര കേട്ടു. താരയ്ക്ക് തോന്നി ഇനി ഇതിങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ സരയു അവൾ കല്യാണി ഇല്ലാതാക്കും. ആ പാവം പിടിച്ച പെങ്കൊച്ചിൻ്റെ ജീവിതം ഇല്ലാതാവും. ഇനി വെച്ച് താമസിപ്പിച്ചിട്ട് കാര്യമില്ല. കല്യാണിയോട് പറയാനായിട്ട് എത്രയും പെട്ടെന്ന് തന്നെ കല്യാണിൻ്റെയും കിരണിനെ ഈ വിവരങ്ങൾ അറിയിക്കാൻ തന്നെ തീരുമാനിക്കുകയാണ് സരയുവിൻ്റെ സ്വഭാവത്തെക്കുറിച്ച്. കാരണം സരയുവിനെ അവർ അതുപോലെ വിശ്വസിക്കുന്നുണ്ട്. സരയു പാവമാണ്, അവൾ തങ്ങൾക്കെതിരായിട്ടൊന്നും ചെയ്യില്ല എന്നൊക്കെ ഒരു വിശ്വാസമൊക്കെ ഉണ്ട്. പക്ഷേ എപ്പോഴാ വിശ്വാസം അവൾ തകർക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് പാടില്ല എന്ന് കരുതിയിട്ട് താര ഒടുവിൽ കല്യാണിയെ പോയി കാണുന്നുണ്ട്. കല്യാണിയെ പോയി കണ്ട് കാര്യങ്ങൾ പറയുകയാണ് സരയുവിൻ്റെ സ്വഭാവത്തെക്കുറിച്ച്. അവർക്ക് വിശ്വസിക്കാൻ പോലും പറ്റിയില്ല സരയുവിൻ്റെ മനസ്സിൽ ഇങ്ങനെയൊരു ചിന്തയാണെന്നുള്ള കാര്യം. എന്താണെങ്കിലും സരയുവിൻ്റെ ചതികളൊക്കെ കിരൺ തിരിച്ചറിയുവാണ്. തിരിച്ചറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ കിരണിന് വെറുതെ ഇരിക്കാൻ പറ്റുമോ? അങ്ങനെ ഒടുവിൽ സരയുവിനെ ചോദ്യം ചെയ്ത് കഴിയുമ്പോഴത്തേനും സരയു തകർന്നു പോയി. പണ്ടത്തെ എൻ്റെ പിന്നത്തെ സ്വഭാവമാണ് കിരണും കല്യാണിക്കൊക്കെ മനസ്സിലായി. അവള് ജീവിതത്തിലേക്ക് വീണ്ടും തിരികെ എത്തിയെങ്കിലും അവളുടെ ഉള്ളിൽ ഇങ്ങനെ വിഷപ്പാൻ പൊളിഞ്ഞിരിക്കുന്നുള്ള കാര്യം മനസ്സിലായി. ഒടുവിൽ സരയുമായിട്ട് കിരൺ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. ഇനിയിപ്പോൾ സരയുവിന് ഒരു നിവൃത്തി മാത്രമേ ഉള്ളൂ, ആത്മഹത്യ ചെയ്യേണ്ടതായിട്ട് വരും. അല്ലാതെ ഇപ്പം എന്ത് ചെയ്യാൻ പറ്റും? കിരണിനെ കിട്ടില്ല, അല്ലെങ്കിൽ തൻ്റെ കളത്തരങ്ങളൊക്കെ പൊളിഞ്ഞെന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അവൾ ജീവിച്ചിരിക്കുന്നുണ്ട് അർത്ഥമില്ല. ഒടുവിൽ അവൾ ആത്മഹത്യ ചെയ്യുക തന്നെയും. അധികം വൈകാതെ തന്നെ കഥകളൊക്കെ അങ്ങനെ ക്ലൈമാക്സിലേക്ക് എത്തുവാണ്. അപ്പോൾ എല്ലാവരും അറിഞ്ഞു കാണും 6 മണിക്കുണ്ടായിരുന്ന കഥകളൊക്കെ ഇപ്പോൾ രാത്രി 10:30 മാറ്റിയിട്ടുണ്ട് കേട്ടോ. അധിക ദിവസങ്ങളില്ലാത്തതുകൊണ്ടാണെന്ന് തോന്നുന്നു അങ്ങനെ മാറ്റിയിരിക്കുന്നത്. ഇനിയിപ്പോൾ പ്രകാശനും ജയിലിലായി. അധികം വൈകാതെ തന്നെ കഥ അവസാനിക്കും. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.